ഹലോ ഗായ്സ്, എല്ലാവർക്കും ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് ആരൊക്കെയാണ് അടി കൂടിയെന്ന് നോക്കാം. എന്തൊക്കെയാണ് പൊരിഞ്ഞടിയും പ്രശ്നങ്ങളൊക്കെ നടന്നു. നമ്മുടെ വീക്കിലി ടാസ്കിൻ്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു. നൂറ ജയിച്ചോ, നൂറ തോറ്റോ, ആരാണ് ഡയറക്റ്റ് നോമിനേഷനിലേക്ക് പോയത്, ഇതെല്ലാം നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കണ്ട. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണേ. അപ്പോൾ ഇന്നലെ രാത്രി മുതലുള്ള പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ, ഇന്നലെ രാത്രി അറിയാമല്ലോ, അനീഷും നമ്മുടെ എന്താ പറയുക ആര്യനുമായിട്ടുള്ള പ്രശ്നങ്ങൾ നടന്നു. അതിനുശേഷം ആര്യനും ജിസേലും ഒറ്റയ്ക്ക് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നതാണല്ലോ സ്ഥിരമായിട്ട് നടക്കുന്നത്. അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് അവരുണ്ടാക്കി കഴിക്കും. അപ്പോൾ ഇന്നലെ തന്നെ തീരുമാനമെടുത്തു, ആര്യനും ജിസേലും ആദ്യം തന്നെ ഫുഡ് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ അവർക്ക് ഫുഡ് കൊടുത്തു. ഇപ്പോൾ ഇന്നലത്തെ അടിയിൽ ആര്യൻ അനീഷിനെ കുറിച്ച് മോശമായ വാക്കുകളൊക്കെ പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നും അതുപോലെ തന്നെ മോശമായ പദങ്ങൾ പ്രയോഗിച്ചു. അപ്പോൾ ഇന്നപ്പോൾ എന്തായാലും ആര്യനും ജിസേലും രാവിലെ ഉപ്പുമാവ് വളരെ കഷ്ടപ്പെട്ട് ഗുളിക കഴിക്കുന്ന പോലെയൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അതായിരുന്നു രാവിലത്തെ ഒരു ഹൈലൈറ്റ്. കാരണം അവരെല്ലാ ദിവസവും അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്ന ഒരു സംഗതിയാണ് എല്ലാ ദിവസവും നടന്നുകൊണ്ടിരുന്നത്. ഇന്നലെ റെനയൊക്കെ അതിനെ ചോദ്യം ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയായിരുന്നു. റെനയാണ് കൂടുതൽ, അനുമോളെല്ലാം ചോദ്യം ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ എന്തായാലും ജിസേൽ നല്ല കുട്ടിയാവാനായിട്ട് ആദിലയുടെ ഉടുപ്പൊക്കെ വാങ്ങിച്ചിട്ട് കുലസ്ത്രീ ആവാനുള്ളൊരു തയ്യാറെടുപ്പിലായിരുന്നു. അനുമോളെ കണ്ടുപിടിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. അനുമോൾ ഇന്ന് ഒരു നീല ഉടുപ്പൊക്കെ ഇട്ടുണ്ട്, ഒരു വയലറ്റ് ഉടുപ്പൊക്കെ ഇട്ടുണ്ടായിരുന്നത്. പക്ഷേ ജിസേൽ ആദിലയുടെ ഒരു ടോപ്പും ഒക്കെ ഇട്ട് ഷോളും ഒക്കെ ഇട്ട് ഭയങ്കര അടിപൊളിയായിട്ടൊക്കെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം താനും ഒരു കുലസ്ത്രീയാണ്. അങ്ങനെ മലയാളി പ്രേക്ഷകർ അനുമോളിന് മാത്രം വോട്ട് ചെയ്യേണ്ട എന്നുള്ളൊരു വെല്ലുവിളിയായിരുന്നു. പക്ഷേ എത്ര ഇല്ലമാരില്ല ക്വാക്ക വിളിച്ചാൽ കുക്കാവില്ല എന്ന് പറയുന്നതിനൊക്കെ എത്ര കുലസ്ത്രീ ചമഞ്ഞാലും ജിസേലിന് ആ കുലസ്ത്രീ ആവാൻ കഴിയില്ല. ഇപ്പോൾ അതേ ഒരു എന്താ പറയുക ചന്തി മുഴുവൻ കാണിച്ചിട്ടുള്ള ഒരു ഫ്രോക്ക് ഇട്ട് അവിടെ നടപ്പുണ്ട്. അപ്പോൾ എത്ര ശ്രമിച്ചാലും നടക്കത്തില്ല. പിന്നെ അതിനുശേഷം റെനയും നമ്മുടെ നിവിനും തമ്മിലൊരു അടിയായിരുന്നു ലൈവിലുണ്ടായിരുന്നത്. അടിയെന്ന് പറഞ്ഞാൽ റെനയുടെ തുണിയെല്ലാം കഴുകണ നെവിനായിരുന്നു. ലാലേട്ടൻ എപ്പിസോഡിൽ പറഞ്ഞതനുസരിച്ച് ഓരോരുത്തർക്കും തുണി കഴുകാനുള്ള ഒരിതുണ്ടല്ലോ. അപ്പോൾ അത് നെവിനാണ് കിട്ടിയത്. റെനയാണെങ്കിൽ കറക്റ്റായിട്ട് തുണി കഴുകുന്ന വ്യക്തിയല്ല, കുറേ കാലത്തെ തുണിയെല്ലാം കൂടി കൂട്ടിയിട്ടേക്കാണ്. അപ്പോൾ നെവിൻ പറഞ്ഞു, നിൻ്റെ 2-3 ആഴ്ചത്തെ തുണി കഴുകലല്ലടി എൻ്റെ പണി എന്നൊക്കെ പറഞ്ഞ് നെവിൻ ഭയങ്കരമായിട്ട് ചൂടായി. അപ്പോൾ പറഞ്ഞു, നീ ഈ ആഴ്ചത്തെ കഴിയാൻ മതി, 7 ജോഡി ഡ്രസ്സേ ഉള്ളെന്ന്. റെനയുടെ ഉടുപ്പൊക്കെ അറിയാലോ, ഭയങ്കര കട്ടിയൊക്കെ ഉള്ള ഉടുപ്പാണ്. അതൊക്കെ 7 ജോഡിയൊക്കെ എങ്ങനെ 4 ദിവസം കൊണ്ട് വരുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും 7 ജോഡി ഉടുപ്പ് കഴുകാൻ പറഞ്ഞു. നെവിൻ പറഞ്ഞു, പോയി പണി നോക്കടി, പോയി കേസ് വിടടി, നിൻ്റെ ഉടുപ്പ് കഴിവല്ലടി എൻ്റെ ജോലി, അതിന് എന്നെ കിട്ടത്തില്ലടി എന്നൊക്കെ പറഞ്ഞു നെവിൻ വന്ന് റെനയുമായിട്ട് ഭയങ്കരമായിട്ട് വഴക്കിട്ടു. അപ്പം റെന പറഞ്ഞു, ലാലേട്ടൻ പറഞ്ഞതാണെടാ, നീ വേണമെങ്കിൽ നിന്നെ കൊണ്ട് കഴിയിക്കുന്നതാണ് എൻ്റെ ഉത്തരവാദിത്തം. എൻ്റെ തുണി നീ കഴുകാൻ പറഞ്ഞാൽ നീ കഴുകണം. നിന്നെ അതിന് മുമ്പ് ഞാൻ കഴുകാൻ ഏൽപ്പിച്ചില്ലല്ലോ. ഇപ്പോൾ ലാലേട്ടൻ പറഞ്ഞ് പണിഷ്മെൻറ്റ് തന്നിരിക്കുകയാണ്, അതുപോലെ നീ ചെയ്യണം എന്ന് പറഞ്ഞ് റെനയും അങ്ങോട്ടും ഇങ്ങോട്ടും ചൂടായി. അത് ഭയങ്കര വഴക്കിലേക്ക് കലാശിച്ചു. നീ പോടി, നിൻ്റെ പണി നോക്കടി, നിൻ്റെ തുണി കഴുകലടി എനിക്ക് പണി, നീ കൊണ്ട് കേസ് വിടടി, ലാലേട്ടൻ എന്ത് ശിക്ഷ തന്നാലും ഞാൻ അത് വഹിക്കാൻ തയ്യാറാണ് ടി എന്നൊക്കെ നെവിനും ആക്രോശിച്ചു. ഭയങ്കരമായിട്ട് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുമായിരുന്നു, തുണി കഴുകാൻ വയ്യാന്നും പറഞ്ഞിട്ട്. പല ആൾക്കാരും ഡ്യൂട്ടിയൊക്കെ കൊടുത്താൽ ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ്. ഇന്നാണെങ്കിൽ ആദിലെ പാത്രം കഴുകാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ അനീഷുമായിട്ട് രാത്രി കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. രാത്രിയല്ല, വൈകുന്നേരം ഒരു 4 മണി 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഉച്ചക്കത്തെ പാത്രം പോലും കഴുകിയില്ല. അപ്പോൾ അങ്ങനെ നിവിനുമായിട്ടുള്ള അടി കഴിഞ്ഞ് നിവിൻ പോയി അവിടെ എന്താ പറയുക മേക്കപ്പ് ചെയ്യുന്ന നമ്മൾ ഒരുങ്ങുന്ന സ്ഥലത്ത് പോയിട്ട് ദേഷ്യം പിടിച്ചിട്ട് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. പോയി പണി നോക്കടി, ഞാൻ നിൻ്റെ തുണി കഴുവത്തിലിടി, ലാലേട്ടൻ എന്ത് ശിക്ഷ തന്നാലും ഞാൻ സ്വീകരിച്ചു. അപ്പോൾ റെനെ ചോദിക്കും, നിനക്ക് മാത്രം എന്താണ് പ്രത്യേകത, ലാലേട്ടൻ എന്തോ നിനക്കൊന്നും വന്നേ, അപ്പോൾ എനിക്കെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ നിനക്ക് തോന്നിയെങ്കിൽ അതാടി എൻ്റെ പ്രത്യേകത എന്നൊക്കെ പറഞ്ഞിട്ട് നെവിനും പറയുന്നുണ്ടായിരുന്നു. പിന്നെ വീക്കിലി ടാസ്ക് ആയിരുന്നു. വീക്കിലി ടാസ്കിൽ അനുമോൾ കുറച്ച് ഫണ്ണൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ബർഗർ പെയിൻറ്റിൻ്റെ കുടയൊക്കെ ചൂടി അകത്തൊക്കെ കയറി ഇറങ്ങിയൊക്കെ ചെയ്തു. അപ്പോൾ ടാസ്കിൻ്റെ 3-ാം ദിവസമായിരുന്നു. ടാസ്ക് എന്തായാലും നൂതില ചെരുപ്പ് ഫാക്ടറിക്കുള്ളിലെ ആ ടാസ്കിൽ ഇന്നും നൂതിലയാണ് തോറ്റത്. 25 ചപ്പൽ 1.5 മണിക്കൂറിനുള്ളിൽ ചെയ്യണമായിരുന്നു. ഡോട്ടിട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂർ. അപ്പോൾ ഒരു സമയം കിട്ടിയത് 1.5 മണിക്കൂറായിരുന്നു. ഒരു യന്ത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അത് 1.5 മണിക്കൂറിനുള്ളിൽ 25 ചപ്പൽ ഉണ്ടാക്കാനായിരുന്നു നൂറയ്ക്കുള്ള ടാസ്ക്. പക്ഷേ ഇവരെ തൊഴിലാളികൾ വളരെ പതുക്കെയാണ് ചെയ്തത്. അവർ മനഃപൂർവ്വം തന്നെ പതുക്കാൻ എന്തോ ഒരു കാരണം ഉണ്ട്. നൂറ പറയാത്ത രഹസ്യം എന്താണെന്ന് ഇവർക്കറിയില്ല. പവർ പോകുന്ന കാര്യമാണെന്ന് ഇവർ അറിഞ്ഞില്ല. എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് ഇവർക്ക് മനസ്സിലായി. അങ്ങനെ അവർ വളരെ പതുക്കെ ചെയ്യാനായിട്ട് ശ്രമിച്ചു. എന്തായാലും അതിനിടയ്ക്ക് വെച്ച് തന്നെ ബിഗ് ബോസ് തന്നെ ഗെയിം കളിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവർ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ബിഗ് ബോസ് ഇവർക്ക് ഒരു ഗെയിം കളിച്ചു. കാരണം
സർക്കസിലെ ആൾക്കാരെ എല്ലാം വിസിറ്റേഴ്സിന് ഫാക്ടറി സന്ദർശിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് ഈ സർക്കസിലെ ആൾക്കാർ വന്ന് പലതും എടുത്തു മാറ്റി. അവർ സ്റ്റാപ്ലർ എടുത്തുകൊണ്ട് പോയി. പിന്നെ അതിനൊക്കെ 4 ജോഡി ചപ്പൽ എടുത്തിട്ട് പോയി. പിന്നെ അതിനൊക്കെ പലതും അവർ അടിച്ചു മാറ്റാൻ ശ്രമിച്ചു. അങ്ങനെ കുറേ സമയം അങ്ങ് പോയി. അവർ അവിടെ ഓടി ഇവിടെ ഓടി അങ്ങോട്ട് ഓടി ഇങ്ങോട്ടോടി. അത് ഗെയിം കളിച്ചതാണ് ബിഗ് ബോസ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് തൊഴിലാളികളെല്ലാം തിരിച്ചു വന്നു. തൊഴിലാളികൾ തിരിച്ചു വന്നിട്ട് പിന്നെ ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പം കോയിൻസൊക്കെ ഇന്ന് നൂറാക്ക് ഗോൾഡ് കോയിൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബ്ലാക്ക് കോയിൻസ് ഓൾറെഡി 2 നൂറാക്കി റദ്ദാക്കിയ നൂറാക്കി ഉണ്ടായിരുന്നു. റദ്ദാക്കിയ 2 കോയിൻ ബ്ലാക്ക് കോയിൻ ഉണ്ടായിരുന്നു. 2 ബ്ലാക്ക് കോയിൻ ഇന്നലെ അഭിലാഷിന് കൊടുത്തു, 1 ബ്ലാക്ക് കോയിൻ അക്ബറിന് കൊടുത്തു. അങ്ങനെ നൂറയുടെ കയ്യിൽ പിന്നീട് 2 ബ്ലാക്ക് കോയിൻ റദ്ദാക്കിയത് നൂറയുടെ അക്കൗണ്ടിലാണ്. അതുപോലെ തന്നെ അഭിലാഷിന് 2 ബ്ലാക്ക് കോയിൻ. ബാക്കിയുള്ള കോയിൻസ് എല്ലാം പിന്നീട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറഞ്ഞു. അതെല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. പിന്നെ അതിനുശേഷം പിന്നീട് അക്ബറുമായിട്ട് നമ്മുടെ എന്താ പറയുക, നമ്മുടെ അനിമോളുമായിട്ട് ഭയങ്കര ഒരു സ്റ്റണ്ട് നടന്നു. ഈ അനിമോൾ ഒരു ക്യാരറ്റ് എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് ക്യാരറ്റ് എടുത്ത് കഴിച്ചു. അതിനെ ചൊല്ലി പ്രവീണും അതുപോലെ തന്നെ ആര്യനും ജിസേലും എല്ലാം ഭയങ്കര വഴക്കായി. അനീഷും വന്ന് വഴക്ക് പറഞ്ഞു. ഇന്നലെ തന്നെ രാത്രി പ്രശ്നം ഉണ്ടായതല്ലേ, പിന്നെ നീ എന്നതിന് ക്യാരറ്റ് എടുത്ത് കഴിച്ചു എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. അതിനിടയ്ക്ക് ആര്യൻ ചെന്ന് പറഞ്ഞു, അവൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ജിസേലും പോയി ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കി കഴിക്കുമെന്ന് പറഞ്ഞു. അങ്ങോട്ട് കിച്ചണിലോട്ട് പോയി. അനീഷ് പറഞ്ഞു, ക്യാപ്റ്റനോട് വിളിച്ചു പറഞ്ഞു, അങ്ങനെ പറ്റില്ല, ഞങ്ങൾ സമ്മതിക്കത്തില്ല, അങ്ങനെ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു. അതുമായിട്ട് ആര്യനുമായിട്ട് നമ്മുടെ അനീഷുമായിട്ട് ഭയങ്കര ഒരു വഴക്കുണ്ടായി. അപ്പോൾ ആര്യൻ അനാവശ്യമായിട്ട് പിന്നെ നമ്മുടെ അനീഷിനെ കൊണാപ്പൻ അതുപോലെ തന്നെ കക്കൂസ് തുമ്പി എന്നൊക്കെ പറഞ്ഞ് വിളിപ്പേര് വിളിച്ചു. അനീഷ് പറഞ്ഞു, നിൻ്റെ വീട്ടിലുള്ളവരെ വിളിക്കാൻ പറഞ്ഞു. വീട്ടിലുള്ളവരെ വിളിക്കാൻ പറഞ്ഞപ്പോൾ നിൻ്റെ വീട്ടിലുള്ളവരെല്ലാം നിൻ്റെ വീട്ടിൽ പോയി വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഉടനെ പറഞ്ഞു, നിൻ്റെ പിതാവിനെ സ്മരിക്കുന്നു അനീഷ്, ഞാൻ നിൻ്റെ പിതാവിനെ സ്മരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ടുള്ള കുറേ പദങ്ങൾ ഉപയോഗിച്ചു. അതിനുശേഷമാണ് കക്കൂസ് തുമ്പി എന്ന് വിളിച്ച് നടപ്പുണ്ടായിരുന്നു. ജിസേലൊക്കെ അവിടെ ഒരുമാരില്ല എന്താ പറയുക, അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ എന്നൊക്കെ പറയത്തില്ല, അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ ഇങ്ങനെ ഇരിപ്പുന്നുണ്ടായിരുന്നു. ജിസേലിനെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇന്നലെ രാവിലെ മുതൽ ജിസേലിനെയും ആര്യനെയും സപ്പോർട്ട്, ഈ ജിസേലിൻ്റെ ആര്യൻ്റെയും ഈ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പ് സപ്പോർട്ടേഴ്സ് ഒരുപാട് കുറഞ്ഞു. കാരണം ഇവരുടെ ഒരു കള്ളങ്ങളും എല്ലാം പൊളിച്ചെടുക്കുകയാണ്. ഹൗസ് മേറ്റ്സ് പലർക്കും മനസ്സിലായി അവരെ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട് എന്നുള്ള ടാഗ് ലൈൻ കൊടുത്തു അവരെ യൂസ് ചെയ്യുമായിരുന്നെന്ന് മനസ്സിലായിട്ടുണ്ട് ആ ഹൗസ് മേറ്റ്സിന്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും കുറച്ചൊന്ന് ജിസേലിൽ നിന്ന് അകന്നിട്ടുണ്ട്. ജിസേലിന് അത് മനസ്സിലായിട്ടുണ്ട്. ജിസേൽ അതുകൊണ്ടാണ് ഇന്ന് കുലസ്ത്രീ ആവാനായിട്ട് നോക്കിയത്. പക്ഷേ അത് കുലസ്ത്രീ നടന്നില്ല. പിന്നീട് ജിസേൽ പോയിട്ട് സാരിയൊക്കെ കൊടുത്ത് സർക്കസിൻ്റെ ഇത് വന്നപ്പോഴത്തേക്ക് സാരിയൊക്കെ കൊടുത്ത് നടക്കുന്നുണ്ടായിരുന്നു. മാക്സിമം ഇന്ന് കുലസ്ത്രീ ആവാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ജിസേലിൻ്റെ പൊളിഞ്ഞു. ജിസേൽ അവിടെ ആര്യനുമായിട്ട് വഴക്ക് നടക്കുന്ന സമയത്താണ് ജിസേൽ ഇങ്ങനെ താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്ന ഈ ഒരു സംഭവം. കുറേ നേരം അവിടെ ഇരുന്നു, ആരും മൈൻഡ് ചെയ്തില്ല. ഒരുപാട് പേരെ സംസാരിക്കാൻ ശ്രമിച്ചു. കാരണം ആരും വലിയ മൈൻഡൊന്നും ചെയ്തില്ല. എല്ലാവരും നല്ല വഴക്ക് കൊടുത്തു. ആര്യനെ നല്ല വഴക്ക് കൊടുത്തു. ആര്യനെ അങ്ങനെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം അക്ബറുമായിട്ട് നമ്മുടെ അനിമോളുമായിട്ട് നല്ലൊരു ഫൈറ്റ് നടന്നു. അക്ബറിൻ്റെ അടുത്ത് പറഞ്ഞു, നീ പോടാ മുന്നേ, നീ പിന്നെ നിൻ്റെ മൂട് താങ്ങിയിരിക്കുന്ന കുറേ നീ മൂട് താങ്ങിയിരിക്കുമല്ലേ, ഒരുത്തൻ മൂട് താങ്ങിയിരുന്നവനെ നീ പുറത്താക്കി. വേറൊരു എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു എൻ്റെ ഒരു കൂട്ടുകാരെ നീ മൂട് താങ്ങാനായിട്ട് വിളിച്ചുകൊണ്ട് പോയി, അവളെയും പുറത്താക്കി. പിന്നെ നീ പോടാ മുന്നേ, നിനക്ക് അടുപ്പിൻ്റെ മൂട്ടിൽ പോയി നീ ഇരുന്ന് തീയിടടാ അക്ബറെ, നിനക്ക് നിൻ്റെ ശരീരം ഒന്ന് അനങ്ങട്ടെ, നീ അപ്പോൾ തീയുടെ മുകളിലാകുമ്പോൾ നിൻ്റെ ശരീരമൊക്കെ നീ ഒന്ന് കുലുക്കി ഒരു ഡാൻസ് ഒക്കെ കളിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, നീ ക്യൂട്ട്നെസ് വാരി ഇതറോ അല്ലേടി എന്ന് വെച്ചാൽ പറഞ്ഞു, ഞാനെടാ നിനക്ക് ക്യൂട്ട്നെസ് ഇല്ലേ, നീ ക്യൂട്ട്നെസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ക്യൂട്ട്നെസ് ഉണ്ടായതുകൊണ്ട് ഞാൻ വാരി വിതർന്നിട്ടാ, നിനക്ക് 6 അടി നീളവും 6.5 അടി നീളവും ഇത്രയും വണ്ണം ഉണ്ടായിട്ട് നീ എന്തോ ചെയ്യുന്നുണ്ട്, അനങ്ങാപ്പാറ പോലും ഇവിടെ ഇരിക്കുകയല്ലേ, ഞാൻ ആവശ്യത്തിന് കണ്ടൻറ്റ് കൊടുക്കുന്നുണ്ട്, ഞാൻ വാങ്ങിച്ച പേയ്മെൻറ്റിന് ഞാൻ ജോലി ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കത്തി കയറുന്നുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് പോടാ മൊണ്ണ, എഴുന്നേറ്റ് പോയി എന്തെങ്കിലും ചെയ്യടാ, നിനക്ക് പാട്ട് മാത്രമല്ല അറിയുന്നത്, നീ അതും പാട്ട് വല്ലവരെയും ചേർത്ത് പാരടി പാടുന്നതാണോടാ നിൻ്റെ പാട്ട്, നീ പിന്നെ ഇതൊരു ബിഗ് ബോസ് ഹൗസാടാ, ഇതിനകത്ത് പലതരത്തിലുള്ള കണ്ടൻറ്റ് കൊടുക്കണോടാ, നിൻ്റെ പാട്ട് അപ്പോൾ പാട്ട് മാത്രം മതിയെങ്കിൽ ഇവിടെ പാട്ടുകാർ മാത്രം കൊണ്ടുവന്നാൽ മതിയായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അനുമോള് ഭയങ്കരമായിട്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് അവിടെ ഇവിടെയൊക്കെ നോക്കിയിരിപ്പുണ്ടായിരുന്നു. ഇതെന്തോ ഇവിടെ സംഭവം എന്നും പറഞ്ഞു. കാരണം എന്നിട്ട് പറയും, ഇവളുടെ കരച്ചിൽ സ്ട്രാറ്റജിയൊക്കെ ഇവൾ മാറ്റിവെച്ചു, ഇപ്പോൾ ഇവൾ ഇവൾക്ക് സംസാരം തുടങ്ങി. സത്യമാണ്, അനുമോളുടെ സംസാരത്തിന് മുന്നിൽ അക്ബറിനൊന്നും പിടിച്ചു നിൽക്കാനേ പറ്റിയില്ല കേട്ടോ. അക്ബറൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിത്തെറിച്ച് എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായതേ ഇല്ല. അവർ പിന്നെ എന്താണിത്, അനുമോൾ ഇത്രയും സംസാരിക്കും. സത്യമാണ്, അനുമോൾ ഭയങ്കര ഇന്നലെ ടാസ്ക് ലെറ്റർ വായിക്കാനായിട്ട് അനുമോളെ കൺഫെഷൻ റൂമിലോട്ടേക്ക് വിളിച്ചതിന് ശേഷം അനുമോൾ ആളാകെ മാറി. അനുമോൾ ഭയങ്കര ഭയങ്കര
വല്ലാത്തൊരു ഭയങ്കര എന്താ പറയുക ധൈര്യവും അതെല്ലാം വന്നു. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് പറഞ്ഞു കാണും അനുമോളെ ഇങ്ങനെ മൂലയ്ക്ക് കുത്തിയിരിക്കാതെ. അനുമോളില്ലെങ്കിൽ കണ്ടന്റ് ഇല്ലല്ലോ. അനുമോൾ പ്ലാച്ചിയൊക്കെ ഒളിപ്പിച്ച് വെച്ചേക്കും. അപ്പോൾ പാവയൊന്നും എടുക്കുന്നില്ല. അഭിലാഷ് വന്നതിന് ശേഷം എന്തോ ഒരു ഹിൻ്റ് അല്ല, നിൻ്റെ പ്ലാച്ചി ഞാൻ എടുത്തിട്ട് പോവുകയെന്ന് അഭിലാഷ് പറഞ്ഞതിന് ശേഷം പിന്നെ അനുമോൾ പ്ലാച്ചീനെ പുറത്തെടുത്തിട്ടില്ല. അനുമോൾ ഇന്നലെ അഭിഷേക് പോയതിന് ശേഷം അഭിഷേക് ശ്രീകുമാർ പോയതിന് ശേഷം അഖിൽമാരാരും അഭിഷേക് ശ്രീകുമാർ സെറീനയും കൂടി വന്നതിന് ശേഷം പ്ലാച്ചിയെ അനുമോൾ അപ്പഴ് കൊണ്ടുവച്ചതാണ്. പിന്നീട് പ്ലാച്ചിയെ അനുമോൾ പുറത്തെടുത്തിട്ടില്ല. അപ്പോൾ അനുമോളുടെ ആ ഒരു ഭയങ്കരമായിട്ടുള്ളത് കണ്ടിട്ട് റെനയൊക്കെ ചിരിക്കുന്നു. അതുപോലെ തന്നെ അതിശയപ്പെട്ടിട്ട് ബിന്നി നോക്കുന്നു. ബിന്നിക്കൊക്കെ ഭയങ്കര അതിശയം. ബിന്നിയൊക്കെ ഒരുമാതിരി ഇങ്ങനെ എന്താണ് സംഭവിക്കുന്നത് അറിയാൻ പറ്റാതെ ചിരിക്കുന്നു. അനുമോളുടെ ഈ ബഹളം ഭയങ്കര ദേഷ്യത്തിലല്ലേ. അക്ബറും തിരിച്ചു പറയുന്നു. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അടിയിട്ട് കഴിഞ്ഞാൽ എല്ലാവരും അതിൻ്റെ ഇടയ്ക്ക് കയറും. അപ്പാനിയൊക്കെ ഉണ്ടായിരുന്നപ്പോഴൊക്കെ. ഇപ്പം അക്ബർ ആയാലും കുറച്ചൊന്നും മയപ്പെട്ടു പോയി. എന്തൊക്കെ പറഞ്ഞെന്നറിയാമോ അക്ബറെ പോടാ, എന്നിട്ട് പോടാ, നിനക്ക് നാണമില്ലോടാ ഇങ്ങനെ ഇരുന്ന് പിന്നെ മൂട് താങ്ങി ഇങ്ങനെ ഇരിക്കുക, നീ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കി എന്തെങ്കിലും ചെയ്യടാ, നീ വാങ്ങിക്കുന്ന പ്രതിഫലത്തിന് എന്തെങ്കിലും പണിയിടാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മോശമായിട്ട് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഭയങ്കര അതിശയിച്ച് ഇത് അനുമോൾ തന്നെ ആണോ പറയുന്നത്, അനുമോൾ ഇത്ര സംസാരിക്കും എന്നൊക്കെ ഭയങ്കര അതിശയത്തോട് ഇങ്ങനെ എല്ലാവരും വായും പൊളിച്ച് നോക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ബിന്നി, റെന, അതുപോലെ തന്നെ മസ്താനിക്ക് തന്നെ ചിരിയും വരുന്നു. പിന്നെ മസ്താനി ചെയ്ത വലിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അനുമോൾ ഇങ്ങനെ അക്ബറുമായിട്ട് സംസാരിച്ചുകൊണ്ട് വഴക്കിട്ടുകൊണ്ടിരുന്ന സമയത്ത് അനുമോളുടെ പുറകെ വന്ന് നിന്നപ്പോൾ മസ്താനി ഓടുന്നു. എന്നിട്ട് ആര്യൻ ഇങ്ങനെ കൈ കൊട്ടി വിളിച്ചു, റൈറ്റ് കൈ വെച്ചിട്ട് ഇങ്ങനെ മസ്താനിയെ വിളിച്ച സമയത്ത് മസ്താനി പുറകെ കൂടെ വന്ന് ആര്യനെ ഒരൊറ്റ തള്ളു തള്ളി. ആര്യൻ ചെന്ന് അനുമോളുടെ ദേഹത്താണ് അനുമോളുടെ ദേഹത്ത് പിടിച്ചു. അതെവിടെ പിടിച്ചു എന്ന് നമുക്കറിയത്തില്ല. എവിടെയോ അനുമോളെ പിടിച്ചിട്ടുണ്ട്. അനുമോൾ ഞെട്ടി ഇങ്ങനെ നോക്കുന്നു ായിരുന്നു. പക്ഷേ അനുമോൾ അതൊരു വലിയ ഇഷ്യൂ ആക്കി എടുത്തില്ല. പക്ഷെ അത് വളരെ തെറ്റായ ഒരു പ്രവണതയാണ്. അതെന്തായാലും ബിഗ് ബോസ് അത് ശ്രദ്ധിച്ച് കാണുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അതിനുശേഷം അതെന്തായാലും അപ്പോഴത്തേക്ക് അയ്യോ എന്നൊക്കെ വിളിച്ചു. പിന്നെ അനുമോൾ കൂടുതലൊന്നും പറഞ്ഞില്ല, കാരണം അക്ബറുമായിട്ടുള്ള വഴക്ക് മുറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ അങ്ങനെ ആ വഴക്ക് കിട്ടുന്ന സമയത്ത് ഓരോ ആൾക്കാരും ഭയങ്കര അതിശയത്തോടെ ഇങ്ങനെ അനുമോളെ നോക്കുകയാണ്. അനുമോൾ തന്നെയാണോ ഇത് സംസാരിക്കുന്നത്? കാരണം വളരെ സ്ട്രോങ് ആയിട്ടാണ് നല്ല ശരിക്കാണ് അക്ബറെ പറഞ്ഞത്. അക്ബറിന് മറുപടി ഇല്ലാത്ത രീതിയിൽ അക്ബർ എന്ത് മറുപടി പറയാനാണ്, ആ മറുപടി ഇല്ലാത്ത രീതിയിലാണ് കൊടുത്തത് കേട്ടോ. ബിന്നി ആയാലും ലക്ഷ്മി ആയാലും മസ്താനി ആയാലും റെന ആയാലും അതുപോലെ തന്നെ നമ്മുടെ കഥാപാത്രം നമ്മുടെ കഥാപാത്രം ജിസേൽ അമ്മായിയൊക്കെ ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിപ്പുണ്ടായിരുന്നു. എന്താണ് സംഭവം, ഇവൾക്ക് എങ്ങനെ ഇത്രയും ധൈര്യം കിട്ടി, ഇവളെ ലാലേട്ടൻ വന്ന് നാണമില്ലയോ എന്ന് ചോദിച്ചിട്ടും ഇവൾക്ക് തോന്നിയാസം കാണിക്കുമെന്ന് ചോദിച്ചിട്ടും ഒക്കെ ഇവൾ ഇപ്പോഴും വീണ്ടും സ്ട്രോങ് ആയിട്ടിരിക്കുന്നു എന്നൊക്കെയുള്ള ഒരു ഭയങ്കര അതിശയമാണ് എല്ലാവരുടെയും മുഖത്ത് കേട്ടോ. പ്രത്യേകിച്ചും ജിസേൽ അമ്മായിക്ക് മനസ്സിലായി അഖിൽമാരും സെറീനയൊക്കെ വന്നിട്ട് പോയപ്പോഴത്തേക്ക് അഭിഷേകൊക്കെ വന്നിട്ട് പോയപ്പോഴത്തേക്ക് അനുമോൾക്ക് എന്തോ ഒരു ഹിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അനുമോൾക്ക് നല്ല സപ്പോർട്ടുണ്ട് പുറത്ത്. അതുകൊണ്ടാണ് ജിസേൽ അമ്മായി ആദിലയുടെ ഉടുപ്പൊക്കെ ഇട്ട് കുലശ്രീക്ക് ഇറങ്ങിയത്. നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പിന്നെ എല്ലാം അടച്ചൊക്കെ വെച്ചിട്ട് അത്യാവശ്യം എല്ലാം അടച്ചൊക്കെ വെച്ചിട്ടാണ് ഇന്ന് കുലശ്രീ ആയിട്ട് ഇന്ന് ഇറങ്ങിയത്. പക്ഷേ ചീറ്റിപ്പോയി. അത് എത്ര കുലശ്രീ ചമഞ്ഞാലും ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് കാക്ക വിളിച്ച കൊക്കാവില്ല എന്ന് പറയുന്നത് കുലശ്രീ ചമഞ്ഞാലും നമ്മൾ വെറുതെ ചമയാനല്ലേ പറ്റൂ. ഇതൊക്കെ നമ്മളുടെ ബോൺ ക്യാരക്ടറാണ്. നമ്മളൊരു കുടുംബത്തിൽ ജനിച്ച് വളരുമ്പോൾ അവിടുന്ന് നമ്മൾ പഠിച്ചു വരുന്ന ഒരു പാഠങ്ങളാണ്. എത്ര മോഡലായാലും എന്ത് കുന്തായാലും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് കുന്തം വഴിയണക്ക് നോക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ നെവിൻ്റെ ആ ഒരു നോട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ട. നെവിൻ ആപ്പടെ ദേഷ്യം പിടിച്ചിരുന്ന സമയത്താണ് നെവിൻ സോഫയിൽ വന്നിരുന്ന് അനുമോളെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് അനുമോളുമായിട്ട് സ്റ്റണ്ടൊക്കെ ഉണ്ടായിരുന്നു. അനുമോളും നല്ല തിരിച്ചു അവനും നല്ല കൊടുത്തു. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അടിയും ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ലൈവ് അങ്ങനെയൊക്കെ ഇങ്ങ് പോയി. ടാസ്ക് നൂറ ജയിച്ചത് കൊണ്ട് തന്നെ, നൂറ തോറ്റത് കൊണ്ട് തന്നെ മറ്റുള്ളവരൊക്കെ പറഞ്ഞു ഇത് ഗെയിമാണ്, ഗെയിം സ്പിരിറ്റിൽ എടുക്കാൻ പറഞ്ഞു. പിന്നെ സർക്കസുകാരുടെ ഒരു ഇതുപോലെ ഉണ്ടായിരുന്നു, ഒരു പ്രകടനം പോലെ അവരുടെ ഒരു ഇതുണ്ടായിരുന്നു. ഞാനതിൻ്റെ ഫുള്ള് ലൈവ് അത് കണ്ടില്ല കേട്ടോ, കുറച്ചേ ഞാൻ കണ്ടുള്ളൂ. ഞാൻ റിഹേഴ്സൽ ക്യാമ്പിലായിരുന്നു. അതിനുശേഷം പിന്നീട് ഞാൻ വന്ന സമയത്ത് എല്ലാവരും ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ നൂറ ഷാനവാസുമായിട്ടിരുന്ന് പല്ല് തേക്കാൻ പറ്റുന്നില്ല, ബ്രഷ് എടുത്ത് ഷാനവാസ് പിന്നെന്താ പറയുന്നത് ഷൂസിൽ തേച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്ന് രാത്രിയത്തെ ലൈവിൽ. ബാക്കി ഇത്രയൊക്കെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. എന്തായാലും വേറെ വലിയ കാര്യങ്ങൾ ഇത്രയുള്ള കുറച്ച് കാര്യങ്ങൾ ഫണ്ട് രൂപത്തിലൊക്കെ പോയി. ഇനിയിപ്പോൾ നാളെ ജയിൽ നോമിനേഷൻ ഉണ്ടാവും. ജയിൽ നോമിനേഷനും ക്യാപ്റ്റൻസി നോമിനേഷനും ഒക്കെ നാളെ ഉണ്ടാവും. കാരണം ഫ്രൈഡേ അല്ലേ, നാളെ ആയിരിക്കും ഇതെല്ലാം. അപ്പോൾ ഇന്നിപ്പോൾ രാത്രി നേരത്തെ തന്നെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത്, കാരണം 2 ദിവസമായിട്ട് അവർ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് ജോലിയൊക്കെ ചെയ്തിരിക്കുമല്ലേ.
അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ കുറച്ച് പേരൊക്കെ പുറത്തിരിക്കുന്നു, കുറച്ച് പേരൊക്കെ അകത്തിരിക്കുന്നു. നൂറയുടെ ബ്രഷ് കിട്ടാതെ നൂറ വിഷമിച്ചിരിക്കുന്നു. ഇതൊക്കെയാണ് ലൈവിൽ നടക്കുന്നത്. വേറെ കാര്യങ്ങളൊന്നും ഇപ്പോൾ ലൈവിലില്ല. ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഓക്കെ ഗായ്സ്, അപ്പോൾ എല്ലാവരും ലൈവ് അപ്ഡേറ്റ്സ് ഒക്കെ കാണുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് നിങ്ങൾ മലയാളം ബിഗ് ബോസ് voting.com പോയി പോൾ ചെയ്യണം. പോൾ ചെയ്തിട്ട് തിരിച്ച് നിങ്ങൾ ലൈവിൽ വന്ന എമ്മോസ് ലൈവിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കാണ് വോട്ട് ചെയ്തത്, ഒരാൾക്ക് എത്ര വോട്ട് കിട്ടുന്നുണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒഫീഷ്യൽ സൈറ്റിൽ ഹോട്ട്സ്റ്റാറിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ പോയി വോട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റ്സ് ആയിട്ട് വരുന്നവരേക്കും ബൈ.